അപ്പോൾ നമ്മുടെ സ്കിൻ നല്ല ക്ലിയർ സ്കിന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഗ്ലാസ് സ്കിൻ, പാടുകൾ മാറി, പിമ്പിൾസിൻ്റെ പാടുകൾ മാറി, ടാൻ മാറി, അതേപോലെ തന്നെ നന്നായി സ്കിന്ന് ഷെയ്ഡ് കൂടാനൊക്കെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അതിനുള്ളൊരു ബെസ്റ്റ് ഫേസ് പാക്കാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് മിക്സ് ചെയ്ത് കാണിച്ചു ഇല്ലേ. ഒരു 4 പ്രോഡക്റ്റിൻ്റെ മിക്സ്. നമ്മൾ 4 കാര്യങ്ങളാണ് ഇടുന്നത് കേട്ടോ. ഇത് കോലരക്കുന്നവർ, പിന്നെ ചന്ദനം, പിന്നെ കസ്തൂരി, ഇതാണ് ഇടുന്നത് കേട്ടോ. ഇപ്പോൾ നല്ലൊരു റിസൾട്ടുള്ള ഫീഡ്ബാക്ക് ഉള്ള ഒരു പാക്കാണിത്. പുറത്തുള്ളവരൊക്കെ ലീവിന് വന്ന് വരുമ്പോൾ വാങ്ങിക്കൊണ്ടുപോകുന്ന പാക്ക് 4 പ്രോഡക്റ്റിൻ്റെ മിക്സാണിത്. അടിപൊളിയായിട്ട് റിസൾട്ട് ഉള്ളതാണ് കേട്ടോ. ഒത്തിരി പേര് ഫീഡ്ബാക്ക് അറിയിച്ചിട്ടുള്ള പ്രോഡക്റ്റാണ്. നമ്മളിതിൻ്റെയൊക്കെ റെക്കോർഡ് ചെയ്തിട്ട് നമ്മുടെ ഫീഡ്ബാക്കിൻ്റെ വീഡിയോസൊക്കെ ആദ്യം കുറേ ഷോർട്സ് ഇട്ടിട്ടുണ്ട് കേട്ടോ, പോയി കണ്ടോളൂ. എപ്പോഴും നമുക്ക് അത് ഇടാനായിട്ട് നേരില്ല, നിങ്ങൾക്കറിയാം വീഡിയോ ചെയ്യാൻ തന്നെ നമുക്ക് നേരില്ല. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ കോലരക്കാണ് നമ്മുടെ സ്കിന്നിൻ്റെ പാടുകൾ മാറ്റി ക്ലിയർ സ്കിന്നാക്കുന്നത് കേട്ടോ. അപ്പോൾ നവര എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിൻ്റെ നന്നായിട്ട് ഷെയ്ഡ് കൂട്ടും. അപ്പോൾ ഇരുന്നരക്കാരൊക്കെ പറയാറുണ്ട് കുറച്ചും കൂടി നിറം വെക്കണം എന്നൊക്കെ. വിവാഹപ്രായമായി എത്തിയവർ അല്ലെങ്കിൽ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ് നിൽക്കുന്നവരെയൊക്കെ പറയാറുണ്ട് എന്നോട്. പേഴ്സണലി അവർക്ക് ചെയ്ത് കൊടുക്കാനാണ് ഞാൻ പറയാറ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാനിതിപ്പോൾ ഇതൊക്കെ പോവാനുള്ളതാണ്. പാക്കിങ്ങിൻ്റെ ഇടയിൽ ഒരാളുടെ ക്വാണ്ടിറ്റി പോലും ഇത് തികയില്ല കേട്ടോ. കാരണം 1, 2 പേരിന് 2, 3, 4 ഒക്കെ പാക്കറ്റുകളൊക്കെ ചോദിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഒരാൾക്കുള്ള എന്താ പറയുക പാക്കിംഗ് ആണ്. അപ്പം ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കാൻ വിചാരിച്ചാണെങ്കിൽ വീഡിയോ എടുക്കാൻ നേരമില്ല നമുക്ക്. അതേപോലെ ഡ്രസ്സിൻ്റെയും ഒക്കെ നമ്മുടെ ഡിസ്പാച്ച് ഡേറ്റ് ആണെന്ന്. അപ്പോൾ നേരത്തെ ഞങ്ങൾ കാണിച്ചു തന്നാൽ ഇതിപ്പോൾ 4 പ്രോഡക്റ്റിൻ്റെ മിക്സ് ആണെങ്കിൽ ഇത് 2 പ്രോഡക്റ്റിൻ്റെ കോലരക്ക് നവര അങ്ങനെ നമ്മൾ കൊടുക്കും കേട്ടോ. ഇതിൽ നമ്മളെ കസ്തൂരിയും വൈറ്റ് ചന്ദനം കൂടി ആഡ് ആവുന്നുണ്ട്. അപ്പോൾ ഓൾ സ്കിൻ ടൈപ്പിന് ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റും. നല്ലൊരു അപാരമാണ്. കാരണം ചന്ദനം ഉണ്ടല്ലോ ഒറിജിനലാ, വൈറ്റ് ചന്ദനം ഒറിജിനലാ. ചന്ദനം എന്നൊക്കെ പറഞ്ഞിട്ടേ ഒരുപാട് പേര് വളരെ പൈസ മേടിച്ചിട്ട് പറ്റിക്കുന്നുണ്ട്. പക്ഷെ ഒറിജിനൽ നിങ്ങൾ നോക്കി മേടിക്കണം കേട്ടോ. ഒറിജിനലിന് അതിന് ഗുണം ഉണ്ടാവത്തുള്ളൂ. ചന്ദന കളർ കണ്ടിട്ട് കാര്യമില്ല, അതിൻ്റെ ഫ്രാഗ്രൻസ് അടിച്ചാൽ ചന്ദനാവില്ല. അതൊക്കെ നിങ്ങൾ തന്നെ അതിൻ്റെ ഒരു സോഴ്സ് കണ്ടെത്തി നിങ്ങൾ വാങ്ങിക്കുക കേട്ടോ. അപ്പം ഇതിൽ ഈ 4 പ്രോഡക്റ്റുകളാണ് ക്ലിയർ സ്കിൻ ആക്കാനാണ്. ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് ഇപ്പോൾ ആലോചിക്കുന്നത്. അപ്പോൾ പുതിയ വ്യൂവേഴ്സ് കുറേ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ പറയാണ്, ഇത് നമ്മുടെ ഫേസ് ഒന്നെങ്കിൽ കടലമാവ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ നമ്മുടെ പാരബൻ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഫേസ് വാഷ്, നമ്മുടെ ഒന്നില്ല നിങ്ങളുടെ ഏത് പാരബൻ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ഫേസ് വാഷ് ഉപയോഗിച്ച് ഫേസ് ക്ലീൻ ചെയ്യുക. അതിനുശേഷം ഇത് തൈരിലോ പാലിലോ നിങ്ങൾ മിക്സ് ചെയ്യുക. നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഓയിൽ സ്കിൻ പാൽ ഉപയോഗിക്കരുത് കേട്ടോ. അപ്പോൾ അങ്ങനെ മിക്സ് ചെയ്യുക. ഈ 2 മെറ്റീരിയൽ നല്ല ഓർഗാനിക് ആയിട്ടുള്ള റോസ് വാട്ടർ കേട്ടോ. പലവിധ ബ്രാൻഡുകൾ റോസ് വാട്ടർ ഉപയോഗിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് എനിക്ക് അനുഭവം ഉള്ളതാണ്. ഞാൻ ഇവിടെ റോസപ്പൂ കിട്ടാത്തത് കൊണ്ട് റോസ് വാട്ടർ എപ്പോഴൊന്നും ഉണ്ടാക്കില്ല. എനിക്കുള്ള ആവശ്യത്തിന് മാത്രം ഉണ്ടാക്കുള്ളൂ. നമുക്കത് സെയിൽ ചെയ്യാനായിട്ട് പറ്റാറില്ല. കുറച്ച് പേർക്ക് ആദ്യം ഞാൻ കൊടുത്തിട്ടുണ്ട്, പക്ഷെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. നമുക്ക് അത്രയ്ക്കധികം പ്രോഫിറ്റ് തന്നെ എടുക്കാനും പറ്റത്തില്ല. അപ്പോൾ ആ സ്റ്റീം വരുന്നവർ നമ്മളിങ്ങനെ ഐസിട്ട് ഇതിങ്ങനെ ചെയ്യുക. അങ്ങനെ നിങ്ങൾ കാണിച്ചിട്ടുണ്ട് റോസ് വാട്ടറിൻ്റെ വീഡിയോസൊക്കെ കേട്ടോ. അപ്പം നിങ്ങൾ മേടിക്കുമ്പോൾ റോസ് വാട്ടർ നല്ലത്, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ സ്കിന്നിന് ഇച്ചിങ്സ് ഒക്കെ ഉണ്ടാവും. എത്ര നല്ല ബ്രാൻഡ്, എനിക്ക് നല്ലൊരു ഫേമസ് ആയിട്ടുള്ള ബ്രാൻഡിനെ എനിക്ക് മേടിച്ചിട്ട് എനിക്ക് അനുഭവമുള്ളതാണ്. റോസ് വാട്ടർ നിങ്ങൾ കഴിവത് നിങ്ങളുടെ വീട്ടിലെ റോസൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഞാൻ ആ വീഡിയോ കണ്ടിട്ടൊന്ന് ഉണ്ടാക്കാനൊക്കെ ശ്രമിക്കുക. എന്നിട്ട് ആ റോസ് വാട്ടറിൽ തൈരും പാലും പറ്റാത്തവരുടെ കാര്യമാണ് പറയുന്നത്. അല്ലെങ്കിൽ തൈരോ പാലും മതി, അടിപൊളിയാണ്. പാല് ജസ്റ്റ് ചൂടുപാലം ഒഴിച്ചിട്ട് ഇതൊന്ന് കലക്കി വെച്ചിട്ട് അതൊന്ന് തണുത്തിട്ട് ഫേസിലിട്ടാലും നല്ലതാണ്. ഉപയോഗിച്ചതിന് ശേഷം നമ്മുടെ ഈ ഫേസ് പാക്ക്, ഏത് ഫേസ് പാക്ക് ആയിക്കോട്ടെ, നമുക്ക് പല കോംബോ ഉണ്ട്, അതായത് കോമ്പിനേഷൻസ് ഉണ്ട്. അപ്പം ഇത് കർക്കിടകത്തിൽ പെട്ടപ്പെടുന്ന ഫേസ് പാക്കാണ്. അതുകൂടാണ്ട് 2 ഐറ്റംസ് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട്, കോലരക്കുന്ന അവരെ മാത്രം അതായിട്ടുള്ളതുണ്ട്. ഇത് ഇതിൽ 4 ഐറ്റംസ്, ഇതിൽ 2 ഐറ്റംസ്. അപ്പോൾ ഏതാണെങ്കിലും കുഴപ്പമില്ല. നമ്മൾ ഏതിന് ലിക്വറൈസിന് മറ്റേ ആദ്യത്തെ ഫേസ് പാക്ക് അതായാലും കുഴപ്പമില്ല. ഫേസ് പാക്ക് ഉണ്ടാകും മുൻമുഖം ക്ലീൻ ചെയ്തിട്ട് ഈ ഫേസ് പാക്ക് പാലോ തൈരോ അല്ലെങ്കിൽ റോസ് വാട്ടർ, ഞാൻ പറഞ്ഞല്ലോ ഓർഗാനിക് ആയിട്ട് റോസ് വാട്ടർ നിങ്ങൾ തന്നെ ഉണ്ടാക്കിയതിന് ശേഷം അത് നമുക്ക് വിശ്വസിച്ച് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. കാരണം റോസ് വാട്ടറിൻ്റെ കാര്യത്തിലേക്ക് അനുഭവം ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഉപയോഗിച്ച് അതിപ്പോൾ 20 മിനിറ്റ് മാക്സിമം, ഏത് ഫേസ് പാക്ക് 20 മിനിറ്റ് വെക്കണ്ടു. അതിനൊന്നും കൂടുതൽ വെച്ച് ഡ്രൈ ആക്കിയിട്ട് ഒരു ഗുണം കിട്ടാനില്ല. ഒരു സെമി ഡ്രൈ ആകുമ്പോൾ നിങ്ങൾ ജസ്റ്റ് പോയിട്ട് ഒന്ന് നനച്ച് ഒന്ന് കഴുകുക. പിന്നെ ഇതാ ഉപയോഗിക്കേണ്ട കേട്ടോ, ഫേസ് വാഷ് ഉപയോഗിക്കേണ്ട, കടലമാവ് ഉപയോഗിക്കേണ്ട. അന്നത്തെ ദിവസം അങ്ങനെ പോട്ടെ. എന്നിട്ട് പിറ്റേ ദിവസം നിങ്ങൾക്ക് സാധാരണ പോലെ ചെയ്യാം. ആഴ്ചയിൽ 3 ദിവസം, ആഴ്ചയിൽ 4 ദിവസം ഡെയിലിയോ ഈ പാക്ക് ഇടാം. സൂപ്പറാണ്. കാരണം എനിക്ക് റിസൾട്ട് ഞാൻ കുറേ കേട്ടിട്ടുണ്ട്. വളരെ സന്തോഷമാണ് കേട്ടോ. അപ്പം നമ്മുടെ ആ പ്രോഡക്റ്റുകൾ സെയിൽ ആവാന്നുള്ളതല്ലാതെ ഞാൻ പറഞ്ഞു. അത് സെയിൽ ചെയ്തിട്ട് അവരുടെ സന്തോഷത്തിൻ്റെ വാക്കുകൾ ഇഷ്ടം പോലെ റെക്കോർഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ഈ വീഡിയോയിലൊപ്പം ഞാൻ ഇടാം, അല്ലെങ്കിൽ വേറെ റെക്കോർഡായിട്ട് ചെറിയ ഷോർട്സിൽ നമുക്ക് ഇടാം കേട്ടോ. അപ്പോൾ ഇത് വേണ്ടവർ നമ്മുടെ കയ്യിൽ നിന്ന് ഇത് വേണ്ടൊരു വാട്സപ്പിൽ ബുക്ക് ചെയ്യുക. പക്ഷേ ടൈം എടുക്കും. ഞാൻ പറയാന്ന് വെച്ചാൽ നിങ്ങളിത് ഒറിജിനൽ നോക്കി നിങ്ങൾ മിക്സ് ചെയ്യാന്ന് വെച്ചാൽ വളരെ ഉപകാരമായിരിക്കും. കാരണം ഭയങ്കര പാടാണ് ഇത്. കോലരക്കിൻ്റെ പണി തന്നെ വലിയൊരു പണിയാണ്. അതിൻ്റെ ഈ സംഭവം ക്ലീൻ ചെയ്ത് തന്നെ വലിയൊരു പണിയാണ്. അപ്പോൾ കുറച്ച് പേർക്കൊക്കെ ഞാൻ ഇപ്പോൾ സെറ്റാക്കിയതപ്പോൾ ഡിസ്പാച്ച് ആക്കാൻ പോവുകയാണ്. എത്ര നാളെന്ന് അറിയോ, 3 ആഴ്ചയാവാറ് ഇതൊക്കെ ഓർഡർ ചെയ്തിട്ട്. അപ്പോൾ പുതിയ ആൾക്കാർ ബുക്ക് ചെയ്യണമെങ്കിൽ സമയം അത്രയ്ക്ക് എടുക്കും. ഈ മാസം തന്നെ എത്തിക്കാനായിട്ട് ഞാൻ ഈ മാസം പറ്റില്ല കേട്ടോ. നെക്സ്റ്റ് വീക്കൊക്കെ ലാസ്റ്റൊക്കെ ആയിട്ട് എത്തിക്കാനായിട്ട് പറ്റത്തുള്ളൂ. കാരണം ഉണക്കവും കാര്യങ്ങളൊക്കെ റെഡിയാവണം.
അപ്പോൾ നിങ്ങൾക്ക് തന്നെ ചെയ്യാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് ചെയ്യുക. തീരെ പറ്റില്ല, സമയമില്ല എന്നുള്ളവർ മാത്രം, വേണം എന്നുള്ളവർക്ക് മാത്രം ഞാൻ പറയാം ഓക്കെ ആണോ എന്ന് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഉള്ളവർക്കൊക്കെ ഞാൻ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് പെട്ടെന്ന് നാളെയോ മറ്റന്നാളായിട്ട് എത്തും കേട്ടോ. അതേപോലെ നമ്മുടെ ഓണമാണ്, നിങ്ങൾക്കറിയാം. ഈ വീഡിയോ ഞാൻ തുണിയിലിടുന്നില്ല, കാരണം നേരമില്ല. നമ്മുടെ നിന്ന് ഹോൾസെയിലായിട്ട് പർച്ചേസ് ചെയ്യുന്നവരുണ്ട്, റീസെയിലിംഗ് പർച്ചേസ് ചെയ്തവരുണ്ട്, നമ്മുടെ റീറ്റെയിൽ കസ്റ്റമർ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഉള്ളത് ഇത് പാക്കിൽ വരെ പൊട്ടിച്ചിട്ടില്ല അയക്കാനുള്ളത്. അതൊക്കെ ഇപ്പോൾ പാക്കിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഇടയിൽ കൂടെ. അപ്പോൾ ഒരു വീഡിയോ എടുക്കാമെന്ന് വെച്ച്, കാരണം കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട്, അതുകൊണ്ട്